ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2140. ഇന്ന് നവംബർ മാസം 9-ാം തീയതി, ഈ ആണ്ടിലെ 313-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതെ, സഭയുടെ ആരാധനാ കലണ്ടർ ആരംഭിച്ചിട്ട് അതിൻ്റെ 2-ാമത്തെ ആഴ്ചയാണ്. കൂദോശിത്തോ കഴിഞ്ഞുള്ള ഹൂദോശിത്തോ ഞായറാഴ്ച. സഭയുടെ ശുദ്ധീകരണ ഞായറാഴ്ച കഴിഞ്ഞെങ്കിൽ ഒരു പുനഃപ്രതിഷ്ഠയുടെ അവസരം കൂടിയാണ്. ഒന്നും കൂടി എല്ലാം ഒന്ന് ശുദ്ധീകരിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ശക്തി കൊണ്ട്, ഊർജം കൊണ്ട്, പ്രേരണ കൊണ്ട്, ഉത്സാഹം കൊണ്ട് എല്ലാം ഒന്നും ഏറ്റവും നന്നായി വീണ്ടും ആരംഭിക്കാനായിട്ട്, തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. കുറെ കൂടി നമ്മളൊന്ന് ഏകാഗ്രതയിലേക്കും ധ്യാനത്തിലേക്കും എത്തിയാൽ മതി. ഒരാൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത്? ഒരാളെ അംഗീകരിക്കണമെങ്കിൽ, അവനവനെ തന്നെ അവനവനൊന്ന് അംഗീകരിക്കണമെങ്കിൽ, അവനവന്റെ കുറവുകളെ കൂടി ഒന്ന് കണ്ടെത്തുക, ബോധ്യപ്പെടുക. അവനവനെ അംഗീകരിക്കുന്നതോട് പോലെ തന്നെയാണ് അവരൻ്റെയും പോരായ്മകളെയും കുറവുകളെയും കുറെ കൂടി അനുഭാവത്തോടെ കണ്ടെത്തുകയും പരിഗണിക്കുകയും ചെയ്യുക. പക്ഷെ മിക്ക സൗഹൃദങ്ങളുടെയും ആരംഭം എങ്ങനെയാണ്? എല്ലാ സൗഹൃദങ്ങളുടെയും ആരംഭം പരസ്പരം കണ്ടെത്തിയ നന്മകളും സ്വഭാവത്തിലെ ചില സമാനതകളുമാണ്. അതെ, എല്ലാം പൊരുത്തമായിരുന്നു, എല്ലാം പൊരുത്തമെന്ന് തോന്നുകയാണ്. അപ്പോൾ കുറെ നന്മകളും കണ്ടു, ഏറെ പൊരുത്തങ്ങളും കണ്ടു. അങ്ങനെയാണ് ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും സൗഹൃദങ്ങളും ആരംഭിക്കുന്നതും യാത്ര തുടങ്ങുന്നതും മിക്കവാറും യാത്ര തുടരുന്നതുമൊക്കെ. പോരായ്മകൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മറച്ചു പിടിച്ചാണ് അവനവന്റെ പൊതു മേഖലകളിൽ, പൊതുപ്രവർത്തനങ്ങളിൽ എല്ലാവരും പെരുമാറുന്നത്. ബോധപൂർവം ഓരോരുത്തരും അവനവന്റെ പോരായ്മകളെ മറച്ചു പിടിച്ച് തന്നെയാണ്. പക്ഷെ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ചില അവിചാരിത സന്ദർഭങ്ങളിൽ ദൗർബല്യങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ പുറത്താവുന്നു. അത്തരം നിവൃത്തികേടുകളോടും കൂടി സമരസപ്പെടാനുള്ള ഒരു തീരുമാനം ഓരോ സമ്പർക്കത്തിനകത്തും ഉണ്ടാവണ്ടേ? ക്രിസ്തുയേശു കാണിച്ചു തന്ന വലിയ മാതൃക അത് തന്നെയാണ്. എന്താണ്? എല്ലാവരെയും ഒന്നും കൂടി ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പം, അതും അവരവരുടെ കുറവുകളോട് കൂടി തന്നെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ആ കുറവുകളെ അംഗീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒന്ന് രക്ഷിക്കണ്ടേ ഓരോരുത്തരെയും. വീണുപോയവരെയും, വീണുപോകാൻ സാധ്യതയുള്ളവരെയും, വീണ് കിടക്കുകയാണെന്ന് ബോധ്യം പോലും വരാത്തവരെയും ഒക്കെ നമുക്കൊന്ന് സഹായിക്കണ്ടേ? ഒരാളെ ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ആദ്യം അറിയേണ്ടത് അയാളുടെ ഹൃദയമിടിപ്പല്ലേ. എത്ര സമചിത്തതയോടെ പെരുമാറുന്ന ആളുകളുടെ ഉള്ളിലും ആരും അറിയാതെ കനലെരിയുന്നുണ്ടാവും, കടലിരുമ്പൊന്നുണ്ടാവും. അത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൂ. എല്ലാവരും നിലവിളി കേൾക്കുന്നുണ്ടാവും. ഏങ്ങലടികളോ ആരും ഒരുപക്ഷെ അറിയാതെ പോകുന്നുണ്ടാവും. കുറെ കൂടി അനുഭാവവും കരുണയുമൊക്കെ ആവശ്യമാണ്. സഭയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ കുറെ കൂടി നന്നായി ഒന്ന് തുടങ്ങാനായിട്ട്, മനുഷ്യബന്ധവും ദൈവബന്ധവും ഒക്കെ ഒന്ന് നിലനിർത്തി പോകാനായിട്ട് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.